അപ്പം എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. നാട്ടിൽ ഇന്നത്തെ ഉത്രാടമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഓണായിട്ടും പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളോ ഒന്നുമില്ല, സ്പെഷ്യൽ വീഡിയോസുകളും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പം എല്ലാവരും ചോദിച്ചിരുന്നത് എന്താ കഴിക്കുന്നത്. ചോളപ്പൊടി കൊണ്ടുള്ള പുട്ടും കോൺഫ്ലെക്സിൻ്റെ മിക്സറുമാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചിരുന്ന ഒരു ഗ്ലാസ് ചായ കൂടി ഇടാമെന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം തോന്നി ബാക്കി സമയമുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഇച്ചിരി മീനും വറുത്ത് ചീര തോരനും വെക്കാമെന്ന് വെച്ച്. അപ്പം മീനിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നാട്ടിലെല്ലാവരും അടിപൊളിയായിട്ട് ഓണം ഉത്രാടം കഴിഞ്ഞു. അപ്പോൾ ഇനി നാളത്തെ ഒരു ദിവസം കൂടിയും കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം ഓണാഘോഷ പരിപാടികളെല്ലാം സമാപനം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നാട്ടിലെല്ലാവരും ഓണാഘോഷമൊക്കെ കാണുമ്പം കൊതിയാകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, വേണമെങ്കിൽ ഒരു 15 ദിവസത്തെ ലീവിനൊക്കെ പോകാമായിരുന്നു. പിന്നെയും അതൊരു ബാധ്യതയല്ലേ എന്ന് ഓർത്തിട്ട് പോകാതിരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. അപ്പം നാട്ടിൽ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കട്ടെ. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ ഓണം അടിച്ചു പൊളി എന്ന് പറയാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മഴയാണല്ലോ, എല്ലായിടത്തും മഴയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ പിന്നെ ഓണത്തിന് ആർക്കും വലിയ മൂടുണ്ടാവില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുപോലത്തെ മഴയാണ് കേട്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സഫാരി പോയപ്പം നല്ല ഫ്രഷ് ചീര കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ചീര കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചുമന്ന ചീരയേക്കാളും ഇഷ്ടം നമ്മളെ നാട്ടിലെ വേലിച്ചീര എന്ന് പറയുന്നത് പച്ചച്ചീര, അത് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എൻ്റെ വീട്ടിൽ ചെറുപ്പനാൾ മുതൽ ഞാൻ കാണുന്നതാണ്, അമ്മ നട്ടു വളർത്തുന്നതാണ് ആ സാധനം. അന്ന് തുടങ്ങി ഇപ്പോഴും ആ ഒരു സാധനം അവിടെ ഉണ്ട് കേട്ടോ. ഇച്ചിരി ആണെങ്കിലും വീട്ടിലുണ്ട് വേലിച്ചീര എന്ന് പറയുന്ന സാധനം. അതൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ആ ചീര കഴിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു സാധനമാണത്. എന്ന് പറഞ്ഞാൽ ഞാനിതാ ഇപ്പം ഈ ചീര നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചീര തോരനും കൂടിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി കുളിയെല്ലാം കഴിഞ്ഞ ഒരു ഉറക്കം, ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടാണ് ഞാൻ കിച്ചണിൽ പോയത് കേട്ടോ. എന്നാലും എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിയുമ്പോൾ ഒരു ഉറക്കം. അപ്പോൾ ഇതാ ചീരത്തോരനൊക്കെ ആയിക്കഴിഞ്ഞ് ഇനി ഇതും കൂടിയും കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയൊക്കെ ഇവിടെ കഴിയാറായി. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.